ഹലോ ഓൾ, ഐ എം ഡോക്ടർ ഫാത്തിമ ഷുരൻ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ. പീഡിയാട്രിക്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിൻ ഏതാ? ഒറ്റ ഉത്തരവായിരിക്കും ഉണ്ടാവും അല്ലേ? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പാരസെറ്റമോൾ എന്ന് പറയുന്ന ഡ്രഗാണ്. ഈ അടുത്ത് നമ്മൾ എല്ലാവരും ഒരു ന്യൂസ് കേട്ടു. 1 വയസ്സുള്ള കുട്ടിക്ക് പാരസെറ്റമോൾ കൊടുത്ത് ലിവറിന് ഇഞ്ചുറി ആയിപ്പോയി. അതുകൊണ്ട് അതെന്തായിരിക്കാം കാരണം? ഡോക്ടർ എഴുതിയ മരുന്നും അവർ വാങ്ങിച്ച പ്രിപ്പറേഷനും മാറിപ്പോയി. ഡോസ് ഡോക്ടർ എഴുതിയ രീതിയിൽ കൊടുത്തു, പക്ഷെ പ്രിപ്പറേഷനകത്ത് കൂടുതൽ പാരസെറ്റമോൾ ഉള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് പാരസെറ്റമോളിന്റെ പ്രിപ്പറേഷൻസ് ഒന്ന് നോക്കാം. പാരസെറ്റമോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, അതായത് ലെസ് ദാൻ 1 ഇയർ ആയിട്ടുള്ള കുട്ടികൾക്ക്, വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പാരസെറ്റമോൾ ഡ്രോപ്സ് ആണ്. ഇത് 100 മില്ലിഗ്രാംസ് വരും 1 ml. ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നതിന്റെ കാരണം അവർക്ക് ഇറക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് സിറപ്പ് ഫോർമുലേഷൻസ് ആണ്. അത് 120യുടെ ഉണ്ട്, 250യുടെ ഉണ്ട്. ഓക്കെ, ഈ 120 എന്ന് എഴുതിയിരിക്കുന്നത് 5 ml 120 മില്ലിഗ്രാംസും 250 എന്ന് എഴുതിയിരിക്കുന്നത് 5 ml 250 മില്ലിഗ്രാംസും ആണ്. അപ്പം 1 ml 250യുടെ പാരസെറ്റമോളിൽ 50 മില്ലിഗ്രാംസ് മാത്രമേ പാരസെറ്റമോൾ വരുന്നുള്ളൂ 1 ml. അതുപോലെ 120 എഴുതിയിരിക്കുന്ന പാരസെറ്റമോൾ 1 ml 24 മില്ലിഗ്രാംസും വരും. അപ്പം 120ന്റെ പാരസെറ്റമോൾ ഡോക്ടർ എഴുതുമ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രോപ്സ് കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? 5 ml 120ന്റെ പാരസെറ്റമോൾ കൊടുക്കാൻ ഡോക്ടർ എഴുതി. അപ്പൊ എത്ര മില്ലിഗ്രാംസ് കിട്ടും? 120 മില്ലിഗ്രാം കുട്ടിക്ക് കിട്ടും അറ്റ് എ ടൈം. അതിനു പകരം ഈ ഡ്രോപ്സ് എടുത്തിട്ട് 5 ml കൊടുത്താലോ കുട്ടിക്ക് 500 മില്ലിഗ്രാംസ് ആണ് പാരസെറ്റമോൾ ചെല്ലുക. അതുകൊണ്ട് ഡോക്ടേഴ്സ് പറയുന്ന അതേ പ്രിപ്പറേഷൻ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേ ml മാത്രം കൊടുക്കുക. അത്ര 6 മണിക്കൂർ ഇടവിട്ട് വേണം പാരസെറ്റമോൾ കൊടുക്കാൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാരസെറ്റമോൾ സേഫ് ഡ്രഗാണ്. നമുക്ക് കുട്ടികളിൽ ഫെബ്രലൈസേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, ഉപയോഗിക്കേണ്ടി വരും. ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഓൾ ഓഫ് യു സ്റ്റേ സേഫ്, ബി ഹാപ്പി.